സത്യമല്ല. എല്ലാറ്റിനും ഒരു ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്, ഒറിജിനലുമുണ്ട്. ത്വരീക്കത്തിലും ഒറിജിനലായ ത്വരീക്കത്തുണ്ട്. ഖാദിരിയ, ചിശ്തിയ, സുഹ്റവർദിയ, റിഫാഇയ, ഇതൊക്കെ നല്ല ത്വരീക്കത്തുകളാണ്. എന്നാൽ ചില പിയച്ച ത്വരീക്കത്തുകൾ, അവരുടെ കള്ളവാദങ്ങൾ, പൊള്ളത്തരങ്ങൾ അതാത് കാലഘട്ടത്തിലെ ആലിമീങ്ങൾ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുക. കുരൂര് തരീക്കത്തും വേങ്ങാട് തരീക്കത്തും ഇവിടെ തയച്ച് വളർന്നപ്പോൾ എന്താ അവർ വാദഗതികൾ? നിസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാബയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാബ എന്ന് പറഞ്ഞാൽ അവിടെ പുരൻ്റെ വളപ്പിൽ ഒരു കാബ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ചുറ്റുക, അത് മതി, അല്ലാതെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഹജ്ജൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കടന്നു വന്ന അഖിമി സ്വലാത്തലി ദിക്രി, നിസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചോനെ ഓർക്കാനുള്ളതാണ്, ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഫിഅല് വേണ്ട എന്ന് പറഞ്ഞ് കടന്നു വന്ന കള്ള ത്വരീക്കത്തുകൾ. ആ ത്വരീക്കത്തുകളെയൊക്കെ കൃത്യമായി പൊളിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ഓരോ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ ആലുവ തരീക്കത്ത് കടന്നു വന്നപ്പോൾ സമസ്ത കൃത്യമായി പഠിച്ചു, വിവരങ്ങൾ പറഞ്ഞു, മുസ്ലിം സമൂഹം അത് ഉൾക്കൊണ്ടു. അപ്പോൾ ത്വരീക്കത്ത് പ്രസ്ഥാനം വളരെ ഇന്നിപ്പോൾ ഒരു ത്രിമൂർത്തികളായിട്ട് മൂന്നാളിങ്ങനെ നടക്കുന്നുണ്ട്. ഒരു സ്റ്റേജും മൈക്കും പിന്നെ അതിനുള്ള ലൈവ് സിസ്റ്റമൊക്കെ ആയിട്ട് റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സംഘമാണ്, മൂവർ സംഘം. ആ സംഘത്തിൻ്റെ പരിപാടി എന്താ? വൈകുന്നേരമായാൽ ആലിമീങ്ങളെ തെറി പറയുക, സാദാത്യങ്ങളെ ചീത്ത പറയുക. ഇന്ന് സമൂഹത്തിൽ അത് വലിയ അപഹാസ്യമായിരിക്കുകയാണ്, വലിയ അപഹാസ്യമായിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിലെ ദുർബലരായ, ഈമാൻ വളരെ ബലഹീനരായ ആളുകൾ ഇത് കണ്ടാൽ അവർ മുർത്തദ്ദാവാൻ പോലും അത് കാരണമാകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത് ഏറ്റവും വലിയ തലവേദനയായത് AP ഉസ്താദിനാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ ഉപ്പും ചോറ് നിന്ന് വളർന്ന് സംഘടന വലുതാക്കി കൊണ്ടു നടന്ന പല ആളുകൾ. ഇപ്പോൾ കുരുവട്ടൂർ തരീക്കത്ത് എന്ന് പറയുന്ന അതിനു വേണ്ടി പ്രസംഗിച്ച് നടക്കുന്ന നൗഷാദ് അഹ്സനി ഒരു കാലത്ത് ആരായിരുന്നു? സമസ്തക്കെതിരെ തെറി പറയാൻ മുടി വിഷയമൊക്കെ വന്നപ്പോൾ നാട് നീളെ കാന്തപുരം ഉസ്താദിൻ്റെ മദ്ഹ് പറഞ്ഞു നടന്ന ആളാണ് നൗഷാദ് അഹ്സനി. അദ്ദേഹത്തിന് സംവാദത്തിൻ്റെ ഹസൻ മുസ്ലിയാർ അവാർഡ് പോലും ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? വഴിതെറ്റിപ്പോയാൽ, മാർഗഭ്രംശം സംഭവിച്ചാൽ എന്ത് ചെയ്യും? പിടിച്ച് പുറത്തിടേണ്ടി വരും. പുറത്തിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവർ നടുറോട്ടിലിറങ്ങിയിട്ട് ആർക്കും സഹിക്കാൻ പറ്റാത്ത അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലുള്ള തെറി അഭിഷേകങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ സംസാരം. ആർക്കാണത് ഉൾക്കൊള്ളാൻ പറ്റുക? നമുക്ക് അവരുടെ പ്രസംഗം കേട്ടിട്ട് ഇപ്പോൾ സമസ്തയെ സുഖിപ്പിക്കാനാണ് അവർ നടക്കുന്നത്. പണക്കാട് സാദാത്യങ്ങളൊക്കെ അവർ പറഞ്ഞ തെറികൾ കയ്യും കണക്കുമില്ല. ഇന്ന് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. അതേപോലെ തന്നെ സമസ്തയുടെ ആലിമീങ്ങൾ ഇവിടെ ആദ്യമായി ക്ലിപ്പ് മുറിച്ച് കടന്നു വന്നതും ഈ വീരന്മാരാണ്. അല്ലാതെ നമുക്ക് അങ്ങനത്തെ ശൈലിയൊന്നും ഉണ്ടായിരുന്നില്ല. വഹാബി പ്രസ്ഥാനം അവർ തുടക്കം കുറിച്ചു. പിന്നീട് അതിന് മറുപടിയുമായി കടന്നുപോയ ഈ പറഞ്ഞ വീരന്മാരാണ് ഈ ക്ലിപ്പ് മുറിയുമായിട്ട് വന്നത്. ഏതായിരുന്നാലും അവരുടെയൊക്കെ അവസ്ഥ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം വേറൊരു പരിപാടി അവർക്കില്ല. എല്ലാ നേരവും CM. മഹാനായ CM വലിയുല്ലാഹി പോലും അത് ഇഷ്ടപ്പെടില്ല. അള്ളാഹുവിൽ നിന്ന്, റസൂലിൽ നിന്ന്, പരിശുദ്ധ ദീനിൻ്റെ വിശ്വാസങ്ങളിൽ വ്യതിചലിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ കഥകളും എല്ലാ കറാമത്തുകളും പറഞ്ഞ്, കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും പറഞ്ഞ് നടക്കുന്ന ഇയാൾ CM വലിയുല്ലാഹിയെക്കുറിച്ച് CM അല്ലാതെ വേറെ ആരാ പടച്ചോന് പാട്ടുണ്ടാക്കുക. ഈ രീതിയിൽ പറഞ്ഞ് നടക്കുന്ന കള്ള ത്വരീക്കത്തുകൾ, ഈ കള്ള നാണയങ്ങൾ ഇവർക്കിപ്പോൾ തിരിച്ചടിയാണ്. പക്ഷേ ആരാണ് ഉൾക്കൊള്ളുക? സമൂഹം ഉൾക്കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് ഈ പിളർപ്പ് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. വലിയ പ്രയാസം. മാനസികമായി അകലുക, മുസ്ലിമീങ്ങൾ മാനസികമായി അകലുക എന്ന് പറഞ്ഞാൽ, എന്നാൽ അൽഹംദുലില്ലാ സമസ്തയുടെ
ചരിത്രത്തിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ തുടങ്ങി വെച്ച കാര്യം പിൽക്കാലത്ത് വന്ന മഹാന്മാരായ സമസ്തയുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അതിലൊരുപാട് ആളുകൾ കടന്നു വന്നു. മഹാനായ കെ കെ ഹസ്രത്ത്, ഒരുപാട് ആളുകൾ, പിൽക്കാലത്ത് വന്ന അസ്ഹരി തങ്ങൾ, പിന്നീട് വന്ന മഹാനായ കളമ്പാടി ഉസ്താദ്, കുമരംപുത്തൂർ എ പി ഉസ്താദ്, അതുപോലെ തന്നെ ആ പരമ്പരയിൽ കടന്നു വന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അതിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ കഴിഞ്ഞുപോയ മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇന്ന് സമസ്തയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, ഇവരൊക്കെ ഈ ഒരു ഐക്യത്തിൻ്റെ ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമാണ്. മഹാനായ ജിഫ്രി തങ്ങൾ വന്നതോടുകൂടെ, സയ്യിദുൽ ഉലമ വന്നതോടുകൂടെ മറുവിഭാഗം ആളുകൾക്ക് പോലും സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ അവർക്ക്, സുന്നികൾക്ക്, അഥവാ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സുന്നത്ത് ജമാഅത്ത് പറയുന്നതും ആ നിലപാടുകളോടെ മുന്നോട്ട് പോകുന്നതും സയ്യിദുൽ ഉലമയാണ് എന്ന് മറുവിഭാഗം അഥവാ കാന്തപുരം ഉസ്താദിൻ്റെ അനുയായികൾ പോലും മനസ്സിലാക്കി അവർ വിമർശനങ്ങളും ഒക്കെ ഒഴിവാക്കി, പരസ്പരമുള്ള സംഘട്ടനങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഒഴിവാക്കി പരസ്പരം ഒരു സഹകരണ മനസ്ഥിതിയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. പല മഹല്ലുകളിൽ ആ യോജിപ്പ് കാണുന്നുണ്ട്. ആ ഐക്യത്തിൻ്റെ കാഹളം മുഴങ്ങുന്ന തരംഗങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിന് പ്രധാനമായി സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ നേർപകർപ്പ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിധത്തിൽ മഹാനായ സയ്യിദുൽ ഉലമ നിലപാടിൻ്റെ നായകനായി മുന്നോട്ട് പോയപ്പോൾ പലർക്കും അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളോട് താല്പര്യമാണ്. എന്നാൽ ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മഹാനായ ശൈഖുന സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ പോലും സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്. ആ നിലപാട് ശരിയല്ല, ഈ നിലപാട് ശരിയല്ല, തങ്ങളെ ആ പോക്ക് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്ക്, നേതൃത്വത്തെ അംഗീകരിക്കാത്ത, എന്നിട്ടോ താങ്കളാണ് സമസ്ത എന്ന് പറയുന്ന ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്നിക്കണം. ഒരാളെ അകറ്റി നിർത്താൻ പറ്റില്ല. പാണക്കാട് സാദാത്യങ്ങൾ സമസ്തയുടെ നിർണായക ഘടകങ്ങളാണ്. എത്രയോ പാരമ്പര്യമായി പഴക്കമുള്ള ബന്ധം സമസ്തയുമായിട്ടുണ്ട്. സമസ്ത എന്നാണ് രൂപീകരിച്ചത്. അന്ന് പാണക്കാട് സാദാത്യങ്ങൾക്ക് സമസ്തയുമായിട്ട് ബന്ധമുണ്ട്. ആരെയും നമുക്ക് അകറ്റാൻ പറ്റില്ല. മഹാനായ പാണക്കാട് മർഹൂം PMSA പൂക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കത, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കത, മഹാനായ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൈദർ അലി തങ്ങളെ കണ്ടിട്ടുണ്ട്, ഉമർ അലി തങ്ങളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ സമസ്തയോട് കാണിച്ച ആ ബന്ധം ഇന്നും പാണക്കാട് കുടുംബം ആ ഒരു റൂട്ടിൽ തന്നെയാണ്. പക്ഷേ അവരെയും ആരെങ്കിലും സ്വാധീനിച്ച് റൂട്ട് തിരിച്ചുവിടാൻ ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇന്ന് ഇപ്പോൾ വിതുമ്പി കരഞ്ഞ് തൻ്റെ സങ്കടം രേഖപ്പെടുത്തിയതുപോലെ ആരാണ് ഈ ഐക്യത്തിന് തുരങ്കം സൃഷ്ടിക്കുന്നത്, ഈ വിഘാതം സൃഷ്ടിക്കുന്നത്? അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി സമസ്തക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഒരുമിച്ച് ഒന്നിച്ച് ഈ പിരിഞ്ഞു നിൽക്കുന്ന സംഘടനകളൊക്കെ ഒന്നിച്ച് വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ഭിന്നിക്കരുത്, നിങ്ങൾ ഒന്നിക്കണം എന്ന് പറഞ്ഞ ആ ഒരു പാതയിലേക്ക് ഒരുമിച്ച് ഒരു പള്ളി രണ്ടെണ്ണം ഒരു മഹല്ലിലുണ്ടെങ്കിലും രണ്ട് വിഭാഗത്തിനുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുന്ന, ഇതങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ആൾ മറ്റേ വിഭാഗത്തിൻ്റെ പള്ളി കയറില്ലല്ലോ, പരസ്പരം കയറുന്ന മദ്രസകളുടെ മദ്രസയെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നബിദിനാഘോഷം, വാദ്, അങ്ങനെ ഇസ്ലാമികമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകുന്ന ആ ദഅവാ മേഖലകളിലൊക്കെ ഒരുമിച്ച് ഒന്നിച്ച് ഫൈലിമാരും സഖാഫിമാരും ദാരിമിമാരും സാദിമാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന, ഒന്നിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇവിടെ കടന്നു വന്ന നവീനവാദികളെ പിയച്ച വിശ്വാസധാരയെ ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിന് സമസ്തയുടെ ആലിമീങ്ങൾ എന്നോ കൊടി പിടിച്ചിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ കാലത്തും ഇന്ന് ജിഫ്രി മഹാനായ സയ്യിദുൽ ഉലമയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്നലെ പോലും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അതിന് ചാനലുകാരുടെ മുമ്പിൽ നൽകിയ മറുപടി അത് അവരാഗ്രഹിക്കുന്നത് പോലെ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. എ പി ഉസ്താദ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞ കാര്യം നമുക്ക് കേൾക്കാം. എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കാര്യത്തിൽ വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാലത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിന്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമത്വകരണ നിന്ദ്യത്തിന് ഘടനയുടെ എളിയ പ്രവർത്തകനായി ഞാൻ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പ്രസ്താവന എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, സ്വാഗതം ചെയ്യുന്നുണ്ട്? അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് എന്നെയും ഷംസുൽ ഉലമയെയും, കാരണം ഷംസുൽ ഉലമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുന ഷംസുൽ ഉലമ ലൈസ് ആലിമുൽ ഹിന്ദി ബൽ ആലിമുൽ ആലം, ലോകത്തിൻ്റെ പണ്ഡിതനാണ് ആ ഷേഖുന ഷംസുൽ ഉലമ. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ ആ വിശാല മനസ്കത ഓർക്കുമ്പോൾ എ പി ഉസ്താദ് എങ്ങനെ കരയാതിരിക്കും? ബഹുമാനപ്പെട്ട ഷേഖുന ഷംസുൽ ഉലമ അന്ന് കണ്ടോ തൻ്റെ ശിഷ്യനെ നീ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് സമസ്തയിൽ, ഇന്നിപ്പോൾ സമസ്തയിൽ കടന്നു വന്ന വ്യക്തികളിൽ വളരെ പഴക്കം നിറഞ്ഞ, അങ്ങനെയുള്ള ഒരാളിപ്പോൾ ഇനി ഉണ്ടാവില്ല, അത്രയും പഴക്കം നിറഞ്ഞ ഒരാളാണ് കാന്തപുരം ഉസ്താദ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഷംസുൽ ഉലമ പറഞ്ഞ നീ ഞങ്ങളെ കൂടെ വരണം, നിന്ന് പ്രവർത്തിക്കണം, അങ്ങനെ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്ത് മഹാനായ ഷേഖുന ഷംസുൽ ഉലമയാണ് എ പി ഉസ്താദിനെ വളർത്തിയത്. പിന്നെ ദൗർഭാഗ്യകരമായി ഉണ്ടായ ആ പിളർപ്പ്, അദ്ദേഹം പിരിഞ്ഞു പോയപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. വഹാബികളുടെ ഈ നുഴഞ്ഞുകയറ്റം, അവർ ചെയ്ത ഈ ഒരു കുതന്ത്രം, അത് ഇന്നും അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരിടപെടുന്നുണ്ട്. അവരിടപെട്ടിട്ട് രാഷ്ട്രീയ പാർട്ടിയിലും മറ്റുമൊക്കെ കയറിക്കൂടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം, അതാണ് അന്നും ഇന്നും. ഇന്നിപ്പോൾ സമസ്തയിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി വിലയിരുത്താവുന്നതേ ഉള്ളൂ. ഇതാണ് ഹമീദ് ഫൈസി ഉസ്താദിൻ്റെയും മുസ്തഫ മുണ്ടുപാറയുടെയും ആ പോസ്റ്റിൽ നിന്നും, ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് എക്കാലത്തും ഇങ്ങനെ പിണങ്ങി പിളർന്ന് നിൽക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. നിങ്ങൾ യോജിക്കൂ എന്നാണ്. അലൈക്കും ബിൽ ജമാ, നിങ്ങൾ സംഘടിക്കൂ എന്നുള്ളതാണ്. ആ സംഘടനയുടെ ഫിർക്കത്ത് അത് നല്ലതിനല്ല. പക്ഷേ ദൗർഭാഗ്യകരവും സൗഭാഗ്യകരവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് രണ്ടും കണക്കുള്ള. സൗഭാഗ്യകരം എന്ന് പറഞ്ഞാൽ എത്രയോ രണ്ട് ചേരിയിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി. പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ വിഷയം മനസ്സിനെ മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ്. അകലുമ്പോൾ ഉണ്ടാകുന്നതാണ് മനസ്സിനെ മുറിവേൽപ്പിക്കുക. അതിൻ്റെ പിന്നിലുണ്ടായ കൊലപാതകങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഒരു മദ്രസക്ക്, ദീനീ സ്ഥാപനത്തിൻ്റെ നടുക്ക് ചുമര് വെക്കുക എന്നുള്ളത്, അതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അപ്പോൾ അതിൽ നിന്ന് ഒറ്റയടിക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ആ പഴയ കുപ്പ മാന്താതെ, ഇന്നിപ്പോൾ അതൊന്നുമില്ല, ആ സംഘടനകളൊക്കെ ഒഴിവായി. മഹാനായ ജിഫ്രി സയ്യിദുൽ ഉലമ മഹാനവറുകൾ അവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഒരുപാട് വിഷയങ്ങളിൽ
ഇന്ന് ഐക്യം പൂവണിയുന്നതിൻ്റെ ഏറ്റവും വലിയ സാധ്യതകൾ ഇതിൻ്റെ അടക്കം സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു നേതൃത്വത്തിൽ ഐക്യശ്രമങ്ങൾ നടന്ന് വന്നിരുന്നു. പക്ഷേ എവിടെയോ എന്തോ ആയിപ്പോയി, എവിടെ എത്തിയിട്ടില്ല. അതിനാരാണ് ഇവിടെ വിഘാതം സൃഷ്ടിക്കുന്നത്? ആരാണ് തടസ്സം സൃഷ്ടിക്കുന്നത്? കൃത്യമായിട്ടും അന്നും ഇന്നും ഇതിൻ്റെ പിന്നിൽ നവീനവാദികളാണ്. അവരുടെ ഇടപെടലുകൾ തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു ശുഭപ്രതീക്ഷ തരുന്നത് ഉത്തര കേരളത്തിൻ്റെ നിലപാടിൻ്റെ നായകനായ, ഉത്തര കേരളത്തിൻ്റെ ആത്മീയ ആചാര്യനായ